ലേ ആരിഫ്, എന്നാലും ചാറ്റ് ജി പി ടി എന്നോടിച്ചതി വേണ്ടായിരുന്നു. എന്നോടിച്ചതി വേണ്ടായിരുന്നു. നമ്മുടെ ആരിഫ് ഹുസൈൻ ഈ മണിക്കൂറുകളിൽ ചാറ്റ് ജി പി ടിയോട് പറയുന്നത് ഇങ്ങനെയാവും: എന്നോടിച്ചതി വേണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു കഥ പറയാം. ഒരാൾ ഒരു ജട്ടി മാത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കണ്ടുകൊണ്ട് നിന്നവർ പറഞ്ഞു, നിനക്കൊരു മുണ്ടെടുക്കാമായിരുന്നില്ലേ? ഇത് നാണം മറയുന്നില്ലല്ലോ. പുള്ളി അത് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ പാൻസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിട്ടുകൊണ്ട് നിൽക്കുന്നത്. പുള്ളി അങ്ങ് വാശി പിടിച്ചത് പാൻസാണെന്ന് പറയുക. അതിനതിന് ആളുകൾ പറഞ്ഞു, അതല്ല, നീ ഇട്ടിരിക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് അവസാനം പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വെട്ടി എല്ലാം ഒന്ന് നേരെ വെച്ച് പാൻസ് പോലെ ആക്കി എങ്ങനെയെങ്കിലും ആളുകളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണം ഞാൻ ഇട്ടിരുന്നത് ജെട്ടിയല്ല പാൻസായിരുന്നുവെന്ന്. അതിനുവേണ്ടിയുള്ള അഭ്യാസം നടത്തുന്ന ആളിനെ എന്താണ് വിളിക്കേണ്ടത്? സംഗതി എഐയുടെ സഹായത്തോടെ ചാറ്റ് ജി പി ടി രംഗത്ത് വന്നതോടുകൂടി ഈ വർഷങ്ങളായി വെട്ടിത്തൈക്കലുകൾ നടത്തിക്കൊണ്ടിരുന്ന ആരിഫ് ഹുസൈന് ഒന്നും പറ്റാതായി. ചാറ്റ് ജി പി ടിയോട് നേർക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഉത്തരം പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങി നേരത്തെയൊക്കെ ഒന്ന് പരാജയപ്പെട്ടു. അപ്പോൾ പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ ചാറ്റ് ജി പി ടിയെ തന്നെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി ചോദ്യങ്ങൾ ചോദിച്ച് വളച്ചൊടിച്ച് അതിങ്ങനെ റെഡിയാക്കി പല പല ഡേറ്റകൾ പല കോണ്ടെക്സ്റ്റുകൾ വെച്ച് ചോദിച്ച് പാം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ചോദിച്ച് പോ എന്ന് പറഞ്ഞതുപോലെ ചോദിച്ച് പോയി കുറേ കണക്കുകളെടുത്തു. ഇസ്ലാമിൻ്റെ വയലൻസ് റേറ്റ് 8.8, ഫാസിസം നാസിസം 8.5 എന്നൊക്കെ പുള്ളി തന്നെ ഒരു നെറേറ്റീവൊക്കെ കൊടുത്ത് അറൈവ് ചെയ്ത് ഒരു ഗ്രാഫൊക്കെ ഉണ്ടാക്കിയാണ് പുറത്തുവിട്ടത്. അതിനെയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. രാഹുൽ ഈശ്വർ കുറച്ച് നാളുകളായി ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ടും പുള്ളിയുടെ ഒരു മര്യാദ വെച്ച് പുള്ളി അതിനെ ഒരു ന്യായമായി സമീപിക്കുന്ന ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ബഹുമാന്യതയോടെയും ചിലപ്പോൾ ഒരു അമിതമായ വിനയത്തോടെയും ആണെന്നൊക്കെ തോന്നിപ്പോകുന്നത് പോലെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് പുള്ളി ഇതിനെക്കുറിച്ച് എതിർത്ത് വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം രാത്രി ലൈവിൽ താനുമായി വാദപ്രതിവാദം നടത്താൻ അരിപ്പ് വിളിച്ചു. ആ അരിപ്പ് വിളിച്ച ലൈവ് ഞാൻ കുറച്ചു നേരം കേട്ടു. എന്തുകൊണ്ടാണ് കേട്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ ആ സമയത്ത് രാഹുൽ ഈശ്വറുമായി സംസാരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ പോയതുകൊണ്ട് എന്നോട് ഇങ്ങനെ അനുവാദം ചോദിച്ചിട്ട് പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കി. അപ്പം നോക്കിയിരിക്കുമ്പോൾ മുഴുവനൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ കണ്ട ഒരു കാര്യം, ഈ രാഹുൽ ഈശ്വറിനോട് ഈ അരിപ്പ് സംസാരിക്കുമ്പോഴും അവൻ്റെ യഥാർത്ഥത്തിലുള്ള വർഗ ഗുണമുണ്ടല്ലോ, ആജന്മ ഗുണം, ആർക്കും തൂത്താലും മായ്ച്ചാലും പോകാൻ കഴിയാത്ത ആ ഗുണം അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരൻ, പിന്നെ എന്താ മദ്രസ പിന്നെ ജിഹാദികൾക്ക് കൂട്ടിക്കൊടുക്കുന്നവൻ, ഇങ്ങനെയൊക്കെയാണ് നേരിട്ട് പറയാതെ പരോക്ഷമായി പറയുന്നത്. പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ കയ്യിൽ നിന്ന് അത്തരം പദങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. രാഹുൽ ഈശ്വറിൻ്റെ കയ്യിൽ നിന്നുണ്ടായെങ്കിലേ അതൊരു അത്ഭുതമാവുള്ളൂ. കാരണം പുള്ളി ഒരു ദൈവവിശ്വാസിയാണ്, ഏത് മതത്തിൻ്റെ ഭാഗമായാലും. പക്ഷേ ഇവനാണത്തെ ഇസ്ലാമിൻ്റെ നൈതികതയും ധാർമ്മികതയും ചോദ്യം ചെയ്യാൻ വരുന്ന ഈ അരിപ്പെന്ന് പറയുന്ന ഈ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അവൻ്റെ നാവിൽ നിന്ന് ഓരോ 10 മിനിറ്റിലും ഈ പറയുന്ന കാര്യത്തിൽ മറുപടി പറയാനില്ലാത്തതുകൊണ്ട് പ്രകോപിതനായി ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരൻ, മദ്രസാവാദി എന്നിങ്ങനെ ആരോട് പറയാണ്? സാക്ഷാൽ രാഹുൽ ഈശ്വറിനോട് പറയാണ്. യഥാർത്ഥത്തിൽ അത് പറയുമ്പോൾ ആരിഫിനറിയാവേ രാഹുൽ ഈശ്വർ ഈ പറയുന്ന ഒരു മുസ്ലിം മതവിശ്വാസിയല്ല. ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് പലർക്കും പുള്ളിയോട് എതിർപ്പുണ്ട്. പുള്ളി ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി ആണെന്നൊക്കെ പറയുന്നവർ ധാരാളമുണ്ട്. എങ്കിലും പുള്ളിയുടെ ഒരു വാദം പ്രൂവ് ചെയ്യാൻ വേണ്ടി പുള്ളി ആർഗ്യൂ ചെയ്യുകയാണെന്നുള്ള ചിന്തയൊന്നും ആരിഫിനില്ല. ഏതായാലും അങ്ങനെ ആർഗ്യുമെൻ്റ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞ് ഇന്ന് രാഹുൽ ഈശ്വർ ഒരു വീഡിയോയായിട്ട് വന്നു. ആ വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുമായി വന്ന് അതിൻ്റെ കാര്യം പുള്ളി പറഞ്ഞത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് നിറഞ്ഞ ഒരു നിമിഷം എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. എന്താണെന്നറിയോ, ഇവൻ ഉണ്ടാക്കിയ ഈ നറേറ്റീവായിട്ടുള്ള ഈ കൃത്രിമമായ ഈ ചാർട്ട് അത് ചാറ്റ് ജി പി ടിയിൽ അപ്ലോഡ് ചെയ്ത് ചോദിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ ചാറ്റ് ജി പി ടി കുറച്ച് കാര്യങ്ങൾ എഴുതിയിരുന്നു അതിനകത്ത്.
അതൊരു സെക്കൻഡ് കൊണ്ട് രാഹുൽ ഈശ്വർ ക്യാപ്ചർ ചെയ്തു. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇത് കംപ്ലീറ്റ് പിന്നെ തെറ്റാണ്, ഇത് മുൻവിധിയാണ്, ഇത് ഡിസാസ്ട്രസ് ആണ്, ഇത് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒരു മതത്തെയും വിശ്വാസത്തെയും ബോധപൂർവം അപമാനിക്കാനും അവഹേളിക്കാനും ഉണ്ടാക്കുന്ന കളവാണ് ഈ ചാർട്ട് എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? ChatGPT. അത് ഈ ഒരു നിമിഷം കൊണ്ട് സ്കിപ്പ് ചെയ്തപ്പോൾ ഇത് മാറ്റാൻ പറ്റിയില്ല. ആ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ആ ഷോട്ട് ഈ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വർ ക്യാപ്ചർ ചെയ്തു. അത് വെച്ചാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വർ വിചാരിക്കുന്നത് ഇത് ഒരു നിമിഷത്തെ കയ്യൊപ്പ് കൊണ്ട് കിട്ടിയതാണെന്ന്. അങ്ങനെയല്ല, ഒരു ജന്മത്തിൻ്റെ കയ്യൊപ്പാണ് ആരിഫ്. ഈ പടച്ചതമ്പുരാന സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ജന്മത്തിൻ്റെ ബെഞ്ച് മാർക്കാണ് ആരിഫ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അധപ്പതിച്ചാൽ എവിടം വരെ ആകരുത് എന്നുള്ളതിനൊരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ. നമ്മൾ പറയത്തില്ലേ, ചില അവശിഷ്ടങ്ങളെല്ലാം തള്ളുന്ന മാൻഹോളാണത്, പിന്നെ അതിലേക്ക് പോകരുത്, അല്ലെങ്കിൽ അത് ഡംപിങ് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്, അവിടേക്ക് പോകരുതെന്ന് പറയുന്നത് പോലെ എവിടെ വരെ ഒരാൾ എത്തിപ്പെടരുതെന്ന് കാണിക്കാൻ വേണ്ടി ജന്മം കൊടുത്തിട്ടുള്ള ഒരു ആജന്മ പാഴാണ് ഈ പറയുന്ന ആരിഫ്. മാതാപിതാക്കൾക്ക് ഗുണമുണ്ടായില്ല, ഒപ്പം ജീവിക്കാൻ വന്നവർക്ക് ഗുണമുണ്ടായില്ല, പഠിച്ച ഹോമിയോപ്പതിക്ക് ഗുണമുണ്ടായില്ല, ഒന്നിനും ഗുണമുണ്ടാകാത്ത ഒരു പാഴ്ജന്മമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു നിമിഷത്തിൻ്റെ അല്ല, ഒരു ജന്മത്തിൻ്റെ കയ്യൊപ്പാണ്. ഏതായാലും ആ എഴുതി വെച്ചിരുന്ന സാധനം ChatGPTയിലല്ല എഴുതി വെക്കേണ്ടത്. അത് യഥാർത്ഥത്തിൽ എഴുതി ഈ ആരിഫ് ഹുസൈൻ്റെ കഴുത്തിൽ പ്രൊഫൈൽ ടാഗിങ് ആയിട്ട് തൂക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ പാഴാണ്, ഈ പറഞ്ഞതുപോലെ കുടിലതന്ത്രമാണ്, വ്യാജമാണ്, വ്യാജ നിർമ്മിതിയാണ്, അപഖ്യാതിയാണ്, ഉപജീവനമാർഗമാണ് എന്നൊക്കെ ChatGPT പറഞ്ഞതുപോലെ ഇതുപോലെ എഴുതി വെക്കേണ്ടത് ആവശ്യമായിരുന്നു. ഏതായാലും ഈ വീഡിയോ കണ്ടപ്പോൾ ഇപ്പോൾ പൊതുവിൽ കുറച്ച് പേർക്ക് ഈ ഇസ്ലാം മത വിരോധം ഇങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കാൻ രേഖകൾ കൊണ്ടുവരുമ്പോൾ കുറേ നിരപരാധികളൊക്കെ വിചാരിക്കുക ഇവൻ പഠിച്ചവനാണ്, ഇവൻ അതുകൊണ്ട് ഇവൻ തപ്പിക്കൊണ്ടുവരുന്നതാണ്. ഒന്നും തപ്പുന്നതല്ല. ഇപ്പോൾ ChatGPTയും AIയും ഒക്കെ വന്നതോടുകൂടി ഇവൻ്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. അതിനോട് ഇവൻ പറയുന്ന ഏത് വാദം അടിച്ചു നോക്കിയാലും ആ വാദം തെറ്റാണെന്ന് തിരിച്ചു പറയും. അതിനാണ് പുള്ളി മെനക്കെട്ടിരുന്ന് ഒരു ഗ്രാഫ് ഉണ്ടാക്കി ഈ കുറ്റപ്പെടുത്തിയ രാഹുൽ ഈശ്വറിനെ വിളിച്ച് അത് കാണിക്കാൻ വേണ്ടി ഇതൊന്നും വ്യാജമല്ല, ഞാൻ ഈ ജെട്ടി വെട്ടിത്തയ്ച്ച് പാൻ്റ് ഉണ്ടാക്കിയതല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കിയതെങ്കിലും ആ 2-3 നിമിഷം കൊണ്ട് അത് തെളിഞ്ഞു വന്നു, എല്ലാവരും കണ്ടു. സത്യം, എന്തോ ഒരു കഷ്ടം, എന്തോ ഒരു ജന്മം.